കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് ഓണം. ഇതിന്റെ പ്രധാന ഐതിഹ്യം മഹാബലി രാജാവിനെയും വാമനനെയും ചുറ്റിപ്പറ്റിയാണ്. പണ്ടുകാലത്ത് കേരളം ഭരിച്ചിരുന്ന മഹാബലി രാജാവ് വളരെ നീതിമാനും ജനസ്നേഹിയുമായ ഭരണാധികാരി ആയിരുന്നുവെന്നാണ് ഐതിഹ്യം. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ജനങ്ങൾ സന്തോഷത്തിലും സമൃദ്ധിയിലും ജീവിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു. മഹാബലിയുടെ പ്രശസ്തിയും ശക്തിയും വർദ്ധിച്ചതോടെ ദേവന്മാർ ആശങ്കപ്പെട്ടു. തുടർന്ന് മഹാവിഷ്ണു വാമനൻ എന്ന രൂപത്തിൽ മഹാബലിയുടെ മുന്നിലെത്തി. വാമനൻ മഹാബലിയോട് 3 അടി സ്ഥലം ദാനമായി ചോദിച്ചു. മഹാബലി സമ്മതിച്ചു. എന്നാൽ വാമനൻ വിശ്വരൂപം പ്രാപിച്ച് ആദ്യ ചുവടിൽ ഭൂമിയും രണ്ടാമത്തെ ചുവടിൽ ആകാശവും അളന്നു. 3-ാമത്തെ ചുവടിനായി സ്ഥലം ഇല്ലാതായപ്പോൾ മഹാബലി തന്റെ തല തന്നെ സമർപ്പിച്ചു. മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ചെങ്കിലും തന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ കാണാൻ വർഷത്തിൽ ഒരിക്കൽ കേരളത്തിലേക്ക് വരാനുള്ള അനുവാദം അദ്ദേഹത്തിന് ലഭിച്ചുവെന്നാണ് വിശ്വാസം. അങ്ങനെ മഹാബലി കേരളത്തിലെത്തുന്ന ദിവസങ്ങളെയാണ് മലയാളികൾ ഓണമായി ആഘോഷിക്കുന്നത്. പൂക്കളം, ഓണസദ്യ, വള്ളംകളി, തിരുവാതിര, ഓണക്കളികൾ തുടങ്ങിയ ഓണാഘോഷത്തിന്റെ ഭാഗങ്ങളായി മാറി. അതുകൊണ്ടാണ് ഓണം ഒരു മതപരമായ ആഘോഷം മാത്രമല്ലാതെ സമത്വത്തിന്റെയും സമൃദ്ധിയുടെയും സൗഹൃദത്തിന്റെയും മലയാളികളുടെ ആഘോഷമായി കണക്കാക്കപ്പെടുന്നത്.